ലൂക്കോസ് 23-46 യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇത് യഹൂദന്മാർ ദിവസവും ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. സങ്കീർത്തനം 31-5 യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് ഉറക്കം മരണത്തിന് സമാനമായിരുന്നു. യേശു കർത്താവിൻ്റെ മരണവും ഒരു ഉറക്കത്തിന് സമാനമായിരുന്നു. 2 രാത്രിയും 1 പകലും നീണ്ടു നിന്ന ഉറക്കം. അതിനുശേഷം യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ ജീവിതാന്ത്യത്തിങ്കൽ അതിനെ തിരിച്ചേൽപ്പിക്കേണ്ടത് ദൈവത്തിങ്കലാണ്. യേശുവിന് ഈ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനെ നാം ആരുടെ പക്കലാണ് ഏൽപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പക്കലോ പിശാചിൻ്റെ പക്കലോ? കൂടാതെ സ്വന്തം ആത്മാവിനെ സ്വയം ഏൽപ്പിക്കുവാൻ കഴിയുക എന്നത് വളരെ വിശുദ്ധരായ ചിലർക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നു. സ്വന്തം മരണസമയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് വിശുദ്ധി ആചരിക്കുന്നുവെങ്കിൽ അത് സാധ്യമാകും.